ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന, ക്രാഫ്റ്റ് ചെയ്യാൻ അത്രയ്ക്കൊന്നും അറിയാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു സൂത്രമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെതായ കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാണാത്തത്. എത്ര ശ്രമിച്ചിട്ട് എനിക്ക് ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ശ്രമിക്കാം മാക്സിമം. കുറേ പേരൊക്കെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടാത്തേന്ന്. അപ്പോൾ വീട്ടിൽ ഓരോരോ കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാനിതാ ഇതേപോലെ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ പേപ്പറൊന്നും വേണമെന്നില്ല കേട്ടോ. സാധാരണ വെള്ള പേപ്പർ ഉണ്ടല്ലോ, അതായാലും മതി. അതല്ലെങ്കിൽ നമ്മുടെ പഴയ വരയില്ലാത്ത നോട്ട്ബുക്കിൻ്റെ പേജൊക്കെ ഉണ്ടാവില്ലേ, അതായാലും മതി കേട്ടോ. എന്ത് പേപ്പർ ആയാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഓറഞ്ച് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് നടുവേ മടക്കി കൊടുക്കുക. നടുവേ മടക്കിയെടുത്ത പേപ്പർ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് 2 പീസ് കിട്ടുമല്ലോ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളിതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഇതങ്ങോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഒട്ടിച്ചെടുത്ത ശേഷം ഇതിൻ്റെ മറ്റേ സൈഡ് ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സിസർ എടുത്തിട്ട് ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പിൽ ഇങ്ങനെ കുനുകുനാന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ശ്രദ്ധയില്ലാണ്ട് കട്ട് ചെയ്തത് മുറിക്കരുത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതൊക്കെ എല്ലാവർക്കും പറ്റില്ല. ഇനിയിപ്പോൾ എന്താ പറയുക, ക്രാഫ്റ്റ് അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം മാത്രം പോരാ കേട്ടോ, നമുക്ക് കുറച്ചധികം വേണം. അപ്പോൾ നമുക്ക് എത്ര ഫ്ലവർ വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വേറെയും ഇതേപോലെ ഒരു സൈഡിൽ ഗമ്മൊക്കെ ഒട്ടിച്ച് അതിനെയും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള, കുറച്ച് ഇങ്ങനെ തടിയുള്ള എന്തെങ്കിലും ഒരു സ്കെച്ച് പെന്നോ മാർക്കർ പെന്നോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഈ പേപ്പർ ഇങ്ങനെ ഗമ്മ് തേച്ചിട്ട് റോൾ ചെയ്തെടുക്കണം. ഇതേപോലെ ഫുള്ളും ഇങ്ങനെ ഗമ്മ് തേക്കണം. എന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ചുരുട്ടി എടുക്കുക കേട്ടോ. ഒരേ ലെവലിൽ തന്നെ ഇതേപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ലാസ്റ്റ് ഇതിൻ്റെ എത്തുന്ന സമയത്ത് നമുക്ക് അടുത്തത് നമ്മൾ പിന്നെയും കുറച്ചും കൂടെ പേപ്പറുകൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും പശ തേച്ചിട്ട് ഇതേപോലെ തന്നെ അടുത്ത പേപ്പറിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗമ്മ് തേച്ച് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. അടിയിൽ മാത്രമേ ഗമ്മ് തേക്കണുള്ളൂ കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു പേപ്പറും കൂടെ, അതായത് ഒരെണ്ണത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വലിയ മാർക്കർ പെൻ വെച്ചിട്ട് നമ്മൾ 3 പേപ്പറിൻ്റെ പീസാണ് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചുറ്റിയെടുത്തത് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെയാണ് ആയിട്ടുള്ളത്. ഇതിൻ്റെ നടുഭാഗം കണ്ടോ, ഇങ്ങനെ ഒരു മാർക്കർ പെന്നിൻ്റെ ഇത് കാണുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാർക്കർ പെന്ന് പതുക്കെ പുറത്തേക്ക് എടുക്കുക. കണ്ടോ, ഇപ്പോൾ നടുവിൽ കറക്റ്റ് ഒരു വലിയ ഹോള് കിട്ടി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെന്ന് യൂസ് ആക്കിയത് കേട്ടോ. ഇനി ആ പെന്നിൻ്റെ റോള് നമ്മൾ ഈർക്കിളിക്ക് കൊടുക്കുകയാണ്. ഈർക്കിളി വെച്ചിട്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ചുരുട്ടിയെടുക്കണം. വേറെ പീസ് എടുത്തിട്ട് ഗം ഇതേപോലെ അടിയിൽ മാത്രം തേച്ചിട്ട് റോൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈർക്കിളി ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇതിൽ നമ്മൾ ഇനി ഒന്നും ചുറ്റുന്നില്ല, ആകെ ഒരു പീസേ ചുറ്റിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതേപോലെ കുറച്ച് ഗം ഇതിൻ്റെ ചുറ്റും തേച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഹോൾ ഉണ്ടല്ലോ, അതിലേക്ക് ഈർക്കിളിയോട് കൂടെ അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. അപ്പോൾ നടുവിലത്തെ ആ ഹോള് പോയിട്ട് നല്ല തിക്കായ ഒരു ഫ്ലവർ ആയിട്ടോ ഇത്. ഇതിപ്പോൾ ഞാനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പൂവിനോടൊരു സാമ്യം തോന്നുന്നുണ്ടോ ഇത്? അപ്പോൾ ഏത് പൂവാണ് നിങ്ങൾക്ക് സാമ്യം തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അതിൻ്റെ തണ്ട് ഭാഗം നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് കുറച്ച് ലീഫ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള, കുറേ മുമ്പ് വാങ്ങിയിട്ടുള്ള ലീഫാണ്. നമുക്ക് വേണമെങ്കിൽ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ലീഫ് ഉണ്ടാക്കാം കേട്ടോ. എനിക്കിങ്ങനെ വാങ്ങിയ ലീഫ് കാണുമ്പോൾ കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ ലീഫ് വെച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ ലീഫിനെ കളർ ചെയ്തെടുത്താലും മതി. ഉണങ്ങിയ ഇലകളുണ്ടല്ലോ, അത് പെയിൻറ് ചെയ്താലും കറക്റ്റ് നല്ല ഭംഗിയിൽ തന്നെ ലീഫ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ശരിക്കും ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഫ്ലവർ. അപ്പോൾ ഇത് ഏത് ഫ്ലവറാണ് നിങ്ങൾക്ക് സാമ്യം തോന്നണമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു കുഞ്ഞ് ഐഡിയ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്